ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആദീസ് ഫാമിലി. അപ്പോൾ എല്ലാവരും വിഷുവൊക്കെ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞങ്ങളുടെ ഒരു കുഞ്ഞു വിഷു ആഘോഷമാണ് ഞാനിവിടെ വീഡിയോയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ മാർക്കറ്റിൽ പോയി പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങി വന്നിരുന്നു. വൈകുന്നേരം ആയപ്പോൾ ചക്ക, പിന്നെ കണിക്കൊന്ന, മാങ്ങ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ സന്ധ്യ ആയപ്പോൾ എല്ലാവരും ചേർന്ന് പടക്കമൊക്കെ പൊട്ടിക്കുകയും കത്തിക്കുകയും ഒക്കെ ചെയ്തു. ഇവർ ചെറിയ മക്കൾ ഉറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് കണി ഒരുക്കത്തിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനാവും. അതുകൊണ്ട് സന്ധ്യ ആയപ്പോൾ ഇവരുടെ കൂടെ നിന്ന് പടക്കം പൊട്ടിക്കുകയും പൂക്കുറ്റി കത്തിക്കുകയും രണ്ടാൾക്കും നല്ല പേടിയാണ്. ചെറിയ രണ്ടാൾക്കും നല്ല പേടിയാണ് കയ്യിൽ കമ്പിത്തിരി വാങ്ങാനൊക്കെ. അപ്പോൾ അവരുടെ കൂടെ കുറച്ച് നേരം പഠിക്കാനും ഒക്കെ വേണ്ട വിട്ട ഓളെടുക്കൂല. എല്ലാം ഇപ്പോഴേ പൊട്ടിച്ചു. പിന്നെ രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷമാണ് കണി വെക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും കൃഷ്ണനെ തുടക്കുകയും വിളക്കും ഒക്കെ തുടക്കാനൊക്കെ നിന്നത് എല്ലാവരും ഉറങ്ങിയതിന് ശേഷമാണ്. ഇവരുടെ മുന്നിൽ നിന്ന് ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ ഓരോന്നിനും വാശി പിടിച്ച് നിൽക്കുന്നത് കൊണ്ട് രാത്രി 11 മണിയൊക്കെ ആയപ്പോഴാണ് ഞാനിതൊക്കെ ചെയ്യാനായി നിന്നത്. അങ്ങനെ പിറ്റേന്ന് പുലർച്ചെ, വിഷുവിൻ്റെ പുലർച്ചെ 4 മണിക്കാണ് ഞാൻ കണി ഒരുക്കിയത്. കണി ഇവിടെ ഷൈജോറിൻ്റെ വീട്ടിൽ സാധാരണ കണി വെക്കാത്തതാണ്. ഇവർ പണ്ട് കാലം മുതലേ കണി ഇവർ അമ്പലത്തിൽ പോയി കാണുകയാണ് പതിവ്. ഈ നാട്ടിലെ അങ്ങനെയാണ്, 1-2 വീടുകളിൽ മാത്രമേ കണി ഒരുക്കാറുള്ളൂ. അപ്പം ഞാനിപ്പോൾ വന്നിട്ട് 14-ാമത്തെ വർഷമാണ്. അപ്പോൾ ആ വർഷം മുഴുവൻ, ഞാൻ വന്ന വർഷം മുഴുവൻ ഞാനിവിടെ കണി ഒരുക്കാറുണ്ട്. കോടിയൊക്കെ എടുത്ത് അങ്ങനെ കണി അറിയുന്നത് പോലെ, വീട്ടിലെ അമ്മ ചെയ്യുന്നത് കണ്ട് അതറിയുന്നത് പോലെ അങ്ങനെ ഞാൻ ഒരുക്കാറുണ്ട്. ചെറിയ മക്കളെ ഉണർത്താറില്ല, മൂത്തവൻ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ. അവർ പിന്നെ കുറേ ലേറ്റായതിന് ശേഷം 8 മണിയൊക്കെ ആയപ്പോഴാണ് അവർ എഴുന്നേറ്റത്. അപ്പോൾ വീട്ടിൽ തന്നെ കണി കാണിച്ചു, പിന്നെ കൈനീട്ടം കൊടുത്തു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈനീട്ടം കൊടുക്കുന്ന ആ ഒരു പതിവ് ഇവിടെ അങ്ങനെയുണ്ട്. പിന്നെയുള്ളത് ഉച്ചക്കത്തെ സദ്യ ഞങ്ങൾ സാധാരണ സംക്രമത്തിൻ്റെ അന്നാണ് ഉണ്ടാക്കാറ്. വിഷുവിൻ്റെ അന്ന് സദ്യ പൊതുവേ ഇവിടെ എനക്കും മോക്കും മാത്രമേ ഇഷ്ടമുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം നോൺ വെജാണ് വേണ്ടത്. അതുകൊണ്ട് നല്ല ദിവസങ്ങളിലെല്ലാം നോൺ വെജ് മാത്രമാണ് ഇവിടെ ഉണ്ടാക്കാറ്. അപ്പോൾ ഞങ്ങൾ വിഷുവിൻ്റെ അന്നും ബിരിയാണി തന്നെയാണ് ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് വിഭവങ്ങളായിട്ട് പിന്നെ പായസം ഉണ്ടാക്കിയിരുന്നു. സാധാരണ പായസമാണ് ഉണ്ടാക്കിയത്. പിന്നെ ബിരിയാണി, അച്ചാർ, പപ്പടം, കച്ചമ്പർ അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ. അമ്പലനട